ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിത് വന്നിട്ടുള്ളത് നമുക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ബ്രെഡ് എന്നിവയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിന് എരിയും പുളിയും മധുരവും കായത്തിൻ്റെ നല്ലൊരു മണവും ഒക്കെ ചേർന്നുള്ളൊരു അടിപൊളി ഒരു റെസിപ്പിയാണിത്. അത്ര ടേസ്റ്റിയാണ്. ഒരു മാസം വരെ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ബാക്കി പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. ഇതിനായിട്ട് ഞാൻ 4-5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമാങ്ങ, നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ്. ഇത് നമ്മൾ പറിച്ചപ്പോൾ തറയിൽ പൊട്ടിയ മാങ്ങയാണ്. അതും എടുക്കാം. അതൊന്നും കളയണ്ട. നമുക്കത് ഇതേപോലെ തൊലി മൊത്തത്തിൽ കളയണ്ട, അല്പം തൊലി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ പീസാക്കി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി എല്ലാം കളയണ്ട, കുറച്ച് തൊലി മാത്രം ഒന്ന് ചെത്തി കളഞ്ഞാൽ മതി. എന്നിട്ട് ചെറിയ പീസാക്കി ഇതേപോലെ കനം കുറച്ച് നമുക്കത് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഉരുവാൻ വേണ്ടി മാത്രമായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും വേണ്ട, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് ഉരുകി കിട്ടണത്തിന് മാത്രം നമുക്കൊരു ശർക്കര ഉരുക്കാൻ വയ്ക്കാം. നമുക്കൊരു സിറപ്പ് തയ്യാറാക്കാം. ഇത് ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്, ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടി വരണം. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. പിന്നെ അതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. അത് ഇപ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനുള്ളത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വിളഞ്ഞ് പഴുക്കാറായ മാങ്ങയാണ്. നിങ്ങൾക്ക് പച്ച മാങ്ങയിലും ഇത് ഇത്രയും വിളയാത്ത മാങ്ങയിലും ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ഇളക്കി ഇതിൽ എണ്ണയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. എണ്ണയും കായവും ഒക്കെ ഇതിൽ പിടിക്കണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം അങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു
പിക്കിളാണിത്, അച്ചാറാണിത്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ ഒന്ന് ഇത് ശർക്കരയൊക്കെ ഇതിൽ പിടിച്ച് വെള്ളമൊന്ന് വറ്റി വരാനുണ്ട്. നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു ഇത് പിടിച്ച് നോക്കുമ്പോൾ ഒരു നൂൽ പരുവം പോലെ വരാം. അതുപോലെ അപ്പോൾ ഇത് തയ്യാറായെന്ന് മനസ്സിലാക്കാം. അതായത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരിയും പുളിയും മധുരവും എല്ലാം ചേർന്ന ഒരു അച്ചാറാണിത്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് 1 മാസം വരെയും പുറത്ത് കേടാവാതിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എടുക്കാവുന്നതാണ്. ഇത് 1 മാസം വരെയൊന്നും ഇരിക്കില്ല, അത്ര ടേസ്റ്റാണ്. പെട്ടെന്ന് ഇത് തീർക്കും. നമ്മൾ ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തി ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എയർ ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലാക്കി ഇതേപോലെ അടച്ച് സൂക്ഷിച്ചാൽ മതി. വെള്ളം നനവൊട്ടും പാടില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.